ഇല്ല ഇല്ല ഒന്നുമില്ല. ഇല്ലടാ. ഇല്ലല്ല അത് കണ്ട് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. ഞങ്ങൾ കണ്ടോണ്ട് നിന്നതാ. വീട്ടില് മിക്കു ട്യൂഷനില്ല. ട്യൂഷനില്ല എന്റെ കുഞ്ഞ് എവിടെയാട്ടാ അത് നേവൽ ബേസിൽ. അയ്യോ എന്റെ കുഞ്ഞേട്ടാ. ഇല്ല ഇല്ല ഒന്നുമില്ല. എന്റെ മോൻ. ഇല്ലടാ. എന്റെ കുഞ്ഞ്. ബഹ്റൈനിലുള്ള ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. ബഹ്റൈനിലെ നേവൽ ബേസിൽ, അമേരിക്കൻ നേവൽ ബേസിൽ നേരെ ഇറാൻ നടത്തിയ ആക്രമണത്തെ ആളുകൾ നോക്കിക്കാണുന്നതിന്റെ ദൃശ്യങ്ങൾ വലിയ ഭയപ്പാടും അങ്കലാപ്പും ആധിയും ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് കേൾക്കുകയും ചെയ്യാം. എന്തായാലും ഗൾഫ് റീജിയനിലാകമാനം യുദ്ധത്തിന്റെ ഭീതി പടരുന്നു എന്നതാണ് ഏറ്റവും ഭയാനകമായ യാഥാർത്ഥ്യം എന്നത് പറയണം. കാരണം ഇപ്പോൾ ഖത്തറിലും കുവൈറ്റിലും ബഹ്റൈനിലുമെല്ലാം സ്ഫോടന ശബ്ദങ്ങൾ കേൾക്കുന്നു. ബഹ്റൈനിൽ പലതവണ സ്ഫോടന ശബ്ദം ഉണ്ടാകുന്നു. അമേരിക്കൻ ബേസുകളെല്ലാം ആക്രമിക്കും എന്ന് ഇറാൻ പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുകയാണ്. യുദ്ധം വലുതാവുന്നത് വലിയ തോതിലുള്ള ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്ത്യൻ മലയാളി കമ്മ്യൂണിറ്റിക്കിടയിലും വലിയ തോതിലുള്ള ഭയാശങ്ക ഉണ്ടാക്കുന്നു എന്നാണ് നമുക്ക് ഈ സമയത്ത് പറയേണ്ടുന്ന ഒരു കാര്യം. അപ്പോ ഗൾഫ് റീജിയനിൽ നിന്നുള്ള ഒരു പൊളിറ്റിക്കൽ പ്രഷർ ഈ യുദ്ധം അവസാനിപ്പിക്കാൻ എന്തുമാത്രം ഉണ്ടാകും എന്നതുകൂടി നോക്കണം. 4 ദിവസം ആക്രമിക്കുമെന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 4 ദിവസം കൊണ്ട് ഇറാനെ ഇല്ലാതാക്കാൻ കഴിയുമെന്നാണ് അവരുടെ വിശ്വാസം. പക്ഷേ ഇറാന്റെ റിട്ടാലിയേഷനിൽ, പ്രതികരണത്തിൽ എന്തുമാത്രം ഡാമേജ് വേറെ ഉണ്ടാകുമെന്ന് പറയുന്ന വലിയ ആശങ്ക, ആധി അവിടെ നിൽക്കുന്നുവെന്നത് കാണേണ്ട കാര്യമാണ്.